നമ്മൾ ആസിഡ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആസിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ് അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അറിയേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്സ്. കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്സ് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്സ്. ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അക്വസ് സൊല്യൂഷനകത്ത് എത്ര ആസിഡ് മോളിക്യൂൾസ് ഉണ്ട് അതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് എന്ന് പറയുന്നത് അക്വസ് സൊല്യൂഷനകത്ത് എത്ര ഹൈഡ്രോണിയം അയോൺസ് ഉണ്ട്, H3O+ അയോൺസ് എത്ര എണ്ണം സൊല്യൂഷനിൽ അക്വസ് സൊല്യൂഷനിൽ ഉണ്ട്. ഇറ്റ് ഗീവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് ആസിഡ്. ആസിഡിന്റെ സ്ട്രെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നതിനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ആൽഫ. ഡിഗ്രി ഓഫ് അയണൈസേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. Degree of ionization alpha is equal to number of acid molecules ionized, divided by total number of acid molecules. Total number of acid molecules. ഇതാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. നമ്മൾ ഈ ഡിഗ്രി ഓഫ് അയണൈസേഷൻ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റു 100. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എ വീക്ക് ആസിഡ് ഈസ് വൺ വിച്ച് പാർഷ്യലി അയണൈസസ് ഇൻ ദ സൊല്യൂഷൻ. വീക്ക് ആസിഡ് സൊല്യൂഷനിൽ പൂർണ്ണമായിട്ടും അയണൈസ്ഡ് ആവില്ല. സ്ട്രോങ് ആസിഡ് അയണൈസ് കംപ്ലീറ്റ്ലി ഇൻ ദ സൊല്യൂഷൻ. സ്ട്രോങ് ആസിഡ് പൂർണ്ണമായിട്ടും അയണൈസ്ഡ് ആകും. അപ്പോൾ പൂർണ്ണമായിട്ടും അയണൈസ്ഡ് ആകുന്നത് സ്ട്രോങ് ആസിഡ് ആണ്, പാർഷ്യലി അയണൈസ്ഡ് ആകുന്നത് വീക്ക് ആസിഡ് ആണ്. ഇവിടെ ഡിഗ്രി ഓഫ് അയണൈസേഷന് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. നമ്മൾ ഒരു പർട്ടിക്കുലർ ആസിഡ് എടുക്കുന്നു, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ആസിഡ് എടുക്കുന്നു. ആ ആസിഡിൽ എത്ര ആസിഡ് മോളിക്യൂൾസ് അയണൈസ്ഡ് ആയി എന്ന് നോക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ടു ഗെറ്റ് ദ വാല്യൂ ഇൻ പെർസെൻറ്റേജ്. ഈ വാല്യൂ ആൽഫയുടെ വാല്യൂ ഇഫ് ആൽഫ ഈസ് ലെസ് ദാൻ 30%, ആൽഫയുടെ വാല്യൂ 30%-നേക്കാൾ കുറവാണെങ്കിൽ ദി ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. ഇഫ് ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 30%, then our acid is a strong acid. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എത്ര ആസിഡ് മോളിക്യൂൾസ് സൊല്യൂഷനിലുണ്ട് എന്നുള്ളതിന്റെ ഒരു അളവാണ്. സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് തീരുമാനിക്കുന്നത് ഇതാണ്, ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ആസിഡ്സിനെ നമുക്ക് പല മെത്തേഡ്സിൽ പ്രിപ്പയർ ചെയ്യാം. അതൊരു മെത്തേഡ് ബൈ സിന്തസിസ് മെത്തേഡ്. ബൈ സിന്തസിസ്. ബൈനറി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഒന്നാമത്തെ മെത്തേഡാണ്. ബൈനറി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ 2 എലമെന്റ്സ് ഉള്ള ആസിഡ്സ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോബ്രോമിക് ആസിഡ്, ഇതുപോലെയുള്ള 2 എലമെന്റ്സ് ഉള്ള ആസിഡ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സിന്തസിസിലൂടെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. When H2 reacts with chlorine, ഹൈഡ്രജനും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടുന്നു. ദിസ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ ഹൈഡ്രജൻ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
നമുക്ക് ഹൈഡ്രോബ്രോമിക് ആസിഡ് കിട്ടും. 2HBr. ദിസ് ഈസ് ഹൈഡ്രോബ്രോമിക് ആസിഡ്. ഹൈഡ്രോബ്രോമിക് ആസിഡ്. അതുപോലെ ഹൈഡ്രജൻ സൾഫറുമായിട്ട് ചേരുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ സൾഫൈഡ് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ ആസിഡിക്. ഹൈഡ്രജൻ സൾഫൈഡ് കിട്ടും. അപ്പോൾ ബൈനറി ആസിഡ്സ് നമ്മൾ സിന്തസിസ് മെത്തേഡിലൂടെയാണ് ഫോം ചെയ്യുന്നത്. രണ്ട് എലമെന്റ്സ് മാത്രമുള്ള ആസിഡ്സിനെയാണ് നമ്മൾ ബൈനറി ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോബ്രോമിക് ആസിഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്, we can prepare acids by the action of water. By the action of water on metal oxides. Metal oxidesil non metallic oxidesil വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആസിഡ് ഫോം ചെയ്യും. വാട്ടർ ഓൺ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ഓർ acidic ഓക്സൈഡ്സ്. എങ്ങനെയാണ് നോക്കാം. ആദ്യമായിട്ട് ഞാൻ സൾഫർ ട്രയോക്സൈഡ് കൺസിഡർ ചെയ്യുന്നു. SO3 സൾഫർ ട്രയോക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യും. H2SO4. ദിസ് ഈസ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ്. അടുത്തതായിട്ട് സൾഫർ ഡയോക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ സൾഫ്യൂറസ് ആസിഡ് ഫോം ചെയ്യും. H2SO3. ദിസ് ഈസ് സൾഫ്യൂറസ് ആസിഡ്. ഇവിടെ H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. H2SO3 എന്ന് പറയുന്നത് സൾഫ്യൂറസ് ആസിഡ് ആണ്. സൾഫർ ട്രയോക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നത്. സൾഫർ ഡയോക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് സൾഫ്യൂറസ് ആസിഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നത്. കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ്. അതുപോലെ പെന്റോക്സൈഡ്സ്, ഫോസ്ഫറിന്റെയും നൈട്രജന്റെയും പെന്റോക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ടാണ് ഫോസ്ഫോറിക് ആസിഡും നൈട്രിക് ആസിഡും ഫോം ചെയ്യുന്നത്. P2O5 plus 3H2O gives 2H3PO4. അതുപോലെ നൈട്രജന്റെ പെന്റോക്സൈഡ് N2O5 plus H2O gives 2HNO3. ഇവിടെ ഈ ഇക്വേഷൻസ് എല്ലാം ബാലൻസ്ഡ് ആണ്. ഞാൻ SO3യുമായും SO2യുമായും CO2യുമായും N2O5യുമായും റിയാക്ട് ചെയ്യുന്നത് ഒരു വാട്ടർ മോളിക്യൂളാണ്. എന്നാൽ ഇവിടെ P2O5യുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് 3 വാട്ടർ മോളിക്യൂൾസ് ആണ്. എങ്കിൽ മാത്രമേ ഇക്വേഷൻ ബാലൻസ്ഡ് ആകത്തുള്ളൂ. ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ മെത്തേഡ്, ബൈ ദി ഓക്സിഡേഷൻ ഓഫ് നോൺ മെറ്റൽസ്. ബൈ the oxidation of non-metals. Oxidation of non-metals. Non-metals like sulfur or phosphorus,
ഈസ് ഓക്സിഡൈസ്ഡ് ബൈ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ചേർന്ന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് സൾഫ്യൂറിക് ആസിഡോ ഫോസ്ഫോറിക് ആസിഡോ കിട്ടുന്നു. അപ്പോൾ ഓക്സിഡേഷൻ ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് രണ്ടെണ്ണമാണ് പഠിക്കേണ്ടത്, സൾഫർ ആൻഡ് ഫോസ്ഫറസ്. സൾഫറുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നു. 6HNO3 gives H2SO4 plus 2H2O plus 6NO2. ആ റിയാക്ഷന്റെ ഫലമായിട്ട് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നു, വാട്ടർ ഫോം ചെയ്യുന്നു, അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസും ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ റിയാക്ഷൻ ഫോസ്ഫറസുമായിട്ടാണ്. ഫോസ്ഫർ പ്ലസ് 5HNO3 gives H3PO4 plus H2O plus 5NO2. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നിങ്ങളത് എപ്പോഴും ഇങ്ങനത്തെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചെഴുതുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുക. നമുക്ക് ഈ റിയാക്റ്റൻസ് അറിയാമായിരിക്കും. ഇവിടെ സൾഫറും നൈട്രിക് ആസിഡുമാണ്. അവിടെ ഫോം ചെയ്യുന്നത് സൾഫ്യൂറിക് ആസിഡ്, വാട്ടർ, നൈട്രജൻ ഡയോക്സൈഡ്. അതുപോലെ ഫോസ്ഫർ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ഫോം ചെയ്യുന്നു, വാട്ടർ ഫോം ചെയ്യുന്നു, നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഇതാണ്, ഓക്സിഡേഷൻ ഓഫ് നോൺ മെറ്റൽസ്. നാലാമത്തെ മെത്തേഡ്, ഫോർത്ത് മെത്തേഡ്, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. By displacement method. Displacement method. By displacement method. ഇവിടെ സോഡിയം ക്ലോറൈഡ് കൺസിഡർ ചെയ്യുന്നു, NaCl. ഇത് സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ബൈസൾഫേറ്റ് NaHSO4 പ്ലസ് HCl ഫോം ചെയ്യും. മറ്റൊരു എക്സാമ്പിൾ, സോഡിയം നൈട്രേറ്റ് NaNO3 സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. NaHSO4 പ്ലസ് HNO3. ഇവിടെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ആസിഡുമായിട്ട് മെറ്റൽ സോൾട്ട് റിയാക്ട് ചെയ്തിട്ടാണ് മറ്റൊരു കോമ്പൗണ്ട്, മറ്റൊരു ആസിഡ് ഫോം ചെയ്യുന്നത്. HClഉം HNO3യും വോളറ്റൈലാണ്. എന്നാൽ സൾഫ്യൂറിക് ആസിഡ് നോൺ വോളറ്റൈൽ ആണ്. അപ്പോൾ സോഡിയത്തിന്റെ മെറ്റൽ സോൾട്ട് സൾഫ്യൂറിക് ആസിഡുമായി റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ചെയ്യും. സോഡിയം നൈട്രേറ്റ് സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. ഇനി ആസിഡ്സിന്റെ, അപ്പൊ ഈ 4 മെത്തേഡ്സ് ആണ് ആസിഡ്സിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടത്. 4 മെത്തേഡ്സ്: സിന്തസിസ്, മെറ്റൽ ഓക്സൈഡ്സുമായിട്ടുള്ള റിയാക്ഷൻ, നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്.
ഡൈല്യൂട്ടഡ് ടേസ്റ്റ്. ആസിഡിന്റെ ടേസ്റ്റ് സോറാണ്. നമുക്ക് എല്ലാ ആസിഡും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കില്ല, എങ്കിലും ജനറൽ ആയിട്ട് ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ്. രണ്ടാമതായിട്ട് ഫിസിക്കൽ സ്റ്റേറ്റ്. ആസിഡ്സ് ഒന്നുകിൽ സോളിഡ്സ് ആണ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണ്. സോളിഡ്സ് ഓർ ലിക്വിഡ്സ്. ഒന്നുകിൽ സോളിഡ്സ് ആണ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണ്. അടുത്ത ഇഫക്റ്റ് ഓൺ സ്കിൻ. ആസിഡ്സ് സാധാരണ സ്കിന്നിൽ ബേൺ ഉണ്ടാക്കും. കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ആണെങ്കിൽ കാര്യമായ ബേൺ ഉണ്ടാകും. ഡൈല്യൂട്ട് ആസിഡ്സ് ആണെങ്കിൽ സ്കിന്നിന്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സൾഫ്യൂറിക് ആസിഡ് ആണെങ്കിൽ സ്കിൻ ബിക്കംസ് ഡാർക്ക്. നൈട്രിക് ആസിഡ് ആണ് വീഴുന്നതെങ്കിൽ, സ്കിന്നിൽ വീഴുന്നെങ്കിൽ, സ്കിന്നുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സ്കിൻ ബിക്കംസ് യെല്ലോ ഇൻ കളർ. സൾഫ്യൂറിക് ആസിഡ് ആണെങ്കിൽ സ്കിൻ ബിക്കംസ് ഡാർക്ക്. നൈട്രിക് ആസിഡ് ആണെങ്കിൽ സ്കിൻ ബിക്കംസ് യെല്ലോ ഇൻ കളർ. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്. ഒരു കോമ്പൗണ്ട് അസിഡിക് ആണോ, ആസിഡ് ആണോ, ബേസ് ആണോ, ന്യൂട്രൽ ആണോ എന്നറിയുന്നതിന് നമുക്ക് മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ലിറ്റ്മസ് പേപ്പർ. നമ്മൾ അതിനെ ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആസിഡ് ആണെങ്കിൽ ഇറ്റ് ചേഞ്ചസ് ബ്ലൂ ലിറ്റ്മസ് ഇൻടു റെഡ്. നമ്മൾ ഒരു പീസ് ഓഫ് ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് ആസിഡിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഡിപ്പ് ചെയ്താൽ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലോ നോ ചേഞ്ച്. അപ്പോൾ an acid changes the color of a litmus paper from blue to red. Blue litmus changes to red in color. റെഡ് കളർ ആവും. മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് അസിഡിറ്റി, ബേസിസിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. മീഥൈൽ ഓറഞ്ചിന്റെ കളർ ഓറഞ്ച് ആണ്. ആസിഡ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച് പിങ്ക് ആയിട്ട് മാറും. നമ്മൾ ഒരു ബീക്കറിൽ ഒരു ആസിഡ് എടുക്കുന്നു, 1-2 ഡ്രോപ്പ് മീഥൈൽ ഓറഞ്ച് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു, ഡ്രോപ്പ് വൈസ്. മീഥൈൽ ഓറഞ്ചിന്റെ കളർ പിങ്ക് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ കളർലെസ് ആണ്. ഫിനോഫ്തലിൻ ഒരു ആസിഡ് മീഡിയത്തിൽ കളർലെസ് ആയിട്ട് തന്നെ തുടരും. അത് ഓൾറെഡി കളർലെസ് ആണ്. ഒരു ആസിഡ് മീഡിയത്തിൽ അത് റിമൈൻസ് കളർലെസ്. അത് കളർലെസ് ആയിട്ട് തന്നെ തുടരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആസിഡിന്റെ ടേസ്റ്റ് സോറാണ്. ആസിഡ് നോർമലി സോളിഡ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആസിഡിന്റെ ഇഫക്റ്റ് ഓൺ സ്കിൻ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ ബേൺ സംഭവിക്കും. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ, ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിലും സ്കിന്നിന്റെ കളർ ചേഞ്ച് ചെയ്യും. സൾഫ്യൂറിക് ആസിഡ് സ്കിന്നിനെ ഡാർക്ക് കളർ ആക്കുന്നു. നൈട്രിക് ആസിഡ് ആണെങ്കിൽ അത് യെല്ലോ കളറായിട്ട് മാറുന്നു. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ലിറ്റ്മസ് ടെസ്റ്റ്, ലിറ്റ്മസ് പേപ്പർ നമ്മൾ അതിന് ഉപയോഗിക്കാറുണ്ട്. ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ അത് പിങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ അതിന് നോർമലി കളറില്ല. ആസിഡ് മീഡിയത്തിൽ അത് കളർലെസ് ആയിട്ട് തന്നെ തുടരും.